ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ലേൺ ഹൗസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രം ഡൂഡിൽ ബഗ് ടു ടസ്കർ എന്ന ചാപ്റ്ററിലെ 3 ആക്ടിവിറ്റീസാണ്. ഇത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. എന്നിട്ട് നമുക്ക് വർക്ക്ഷീറ്റിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തവളനെ കുറിച്ചാണല്ലോ ക്ലാസ്സിൽ കേട്ടത്. തവള തൻ്റെ നീണ്ടതും പരന്നതുമായ പശയുള്ള നാക്ക് ഉപയോഗിച്ചിട്ടാണ് ഇര പിടിക്കുന്നതെന്നും അതുപോലെ തന്നെ ഇരയെ കണ്ടാൽ മടക്കി വെച്ചിരിക്കുന്ന നാക്ക് പുറത്തേക്ക് നീട്ടുന്നു, പിന്നെ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഇരയെ ഉടനെ തന്നെ ആഹാരമാക്കുന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ കേട്ടല്ലോ. പിന്നെ നമ്മൾ പഠിച്ചത് കാലോട്ടസ്, ഓന്തിനെ കുറിച്ചാണ്. ഈ ഓന്തിനെന്ന് വെച്ചാൽ മാജിക്കലൊരു പവറുണ്ട്, ഒരു കഴിവുണ്ട്. എന്തെന്ന് വെച്ചാൽ പരിസരത്തിനനുസരിച്ച് അവയ്ക്ക് കളർ മാറ്റുവാൻ പറ്റും. എന്തിനെന്ന് വെച്ചാൽ ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ കളർ മാറ്റുന്നു. അതുപോലെ തന്നെ അവരുടെ 2 വിരലുകൾ മുന്നോട്ടും 2 വിരലുകൾ പിന്നോട്ടും ആയിരിക്കും. പിന്നെ ലിസാർഡ്, പല്ലിൻ്റെ അടുത്ത് ചെറു പ്രാണികളോ വണ്ടോ ഇവയൊക്കെ വന്നിരുന്നാൽ പെട്ടെന്ന് തന്നെ അത് ആഹാരമാക്കി മാറ്റും. സ്പൈഡർ, ചിലന്തി. ഈ ചിലന്തിയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു സ്രവം, ഒരു പശ പോലത്തെ ഒരു സാധനം കൊണ്ടാണ് ഈ ചിലന്തികളൊക്കെ വല ഉണ്ടാക്കുന്നത്. അതിൽ ഈ പ്രാണികൾ വന്ന് പെട്ടാൽ പെട്ടെന്ന് പറ്റിപ്പിടിക്കും. അപ്പോൾ തന്നെ ഈ ചിലന്തി അതിനെ ആഹാരമാക്കുന്നതാണ്. നെക്സ്റ്റ് ഈസ് കുയ്യാന. ഈ കുയ്യാന നമ്മൾ ഈ ഉണങ്ങിയ മണ്ണിലാണ് കാണപ്പെടുന്നത്. ഇവരങ്ങനെ കൊയ്യാക്കിക്കൊണ്ടേയിരിക്കും. അതിലോട്ട് ചെറു പ്രാണികൾ വന്ന് പെട്ടാൽ അവർ പെട്ടെന്ന് ഈ പ്രാണികളുടെ മേത്തിലോട്ട് മണ്ണ് തെറിപ്പിക്കും. അപ്പം തന്നെ ഈ കൊയ്യാന അവരെ ആഹാരമാക്കി കളയുമെന്നാണ്. ലയൺ, സിംഹനെ കുറിച്ച് അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ. 2 കൂർത്ത പല്ലും നഖങ്ങളും ഉപയോഗിച്ചിട്ടാണ് അവയെ ഇരയെ പിടിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് വർക്ക്ഷീറ്റിലോട്ട് പോകാം, പ്രവർത്തനത്തിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പല്ലി ഇര പിടിക്കുന്നത് എങ്ങനെ കണ്ടെത്തുക. ഹൗ ടു ക്യാച്ച് ലിസാർഡ് പ്രേ. The answer, the lizard preys on the tongue. When a small insect beetle approaches it, the lizard quickly sticks out its tongue and the insect clings to its tongue. The lizard feeds on it. നാക്ക് ഉപയോഗിച്ചിട്ടാണ് പല്ലിയുടെ ഇരപിടുത്തം. ചെറു പ്രാണികളോ വണ്ടോ അതിനിടത്തേക്ക് വന്നാൽ നാക്കു നീട്ടുന്നു. അപ്പോൾ തന്നെ അവ നാവിൽ പറ്റിപ്പിടിക്കുന്നു. പല്ലി അതിനെ ആഹാരമാക്കുകയും ചെയ്യുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചിലന്തി സ്വന്തം വലയിൽ ഒട്ടിപ്പിടിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് കണ്ടെത്തൂ. Why does the spider not cling to its own web? Answer, they make 2 different type of thread, one thread with glue and other one will not have glue. The spider walks through non-sticking thread so it will not stick on the web. ചിലന്തികൾ 2 നിറത്തിലുള്ള നൂലുകൾ ഉപയോഗിച്ചാണ് ചിലന്തി വല നെയ്യുന്നത്. ഒരു നൂലിൽ പശ ഉള്ളതും മറ്റൊരു നൂലിൽ പശ ഇല്ലാത്തതും ആയിരിക്കും. പശ ഇല്ലാത്തവയിലൂടെ ചിലന്തി സഞ്ചരിക്കുന്നു. പശ ഉള്ളതിലാണ് പ്രാണികൾ ഒട്ടിപ്പിടിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, സിംഹത്തെ പോലെ ശാരീരിക പ്രത്യേകതകളുള്ള മറ്റു ജീവികൾ ഏതെല്ലാമെന്ന് കണ്ടെത്താമോ. ഫൈൻഡ് ഔട്ട് വാട്ട് അതർ ക്രിയേച്ചേഴ്സ് ഹാവ് ദ സെയിം ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആസ് ദ ലയൺ. ആൻസർ, ചീറ്റപ്പുലി, ലിയോപാഡ്, പുള്ളിപ്പുലി, ലങ്ത്, കാട്ടുപൂച്ച, ടൈഗർ, കടുവ, ജാഗ്വർ, അമേരിക്കൻ കടുവ. നമ്മൾ അമേരിക്കൻ കടുവയ്ക്കാണ് ജാഗ്വർ എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞ 3 ആക്ടിവിറ്റീസും നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലോട്ട് നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇഫ് യു ആർ എനി ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.